പോലീസുകാർക്ക് സമരമാണ്. കുറച്ചൊക്കെ മര്യാദ ഞങ്ങൾക്ക് വേണ്ടിയല്ല, നിങ്ങളുടെ സഹജീവിക്ക് സഹപ്രവർത്തകന് നീതി കിട്ടാൻ വേണ്ടിയുള്ള മര്യാദക്ക് സമാധാനപരമായുള്ള സമരമാണ്. ആ സമരം കണ്ടിട്ട് നിങ്ങൾ മേത്തോട്ടെടുക്കാൻ നിൽക്കണ്ട. രണ്ട് പ്രവർത്തകർ നേരത്തെ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിരുന്നപ്പോൾ റോഡിൽ കൂടി പോലീസ് അറസ്റ്റ് നീക്കിയാണ് ദൃശ്യങ്ങൾ കൂടിയാണ് ഇപ്പോൾ കാണുന്നത്. റോഡിലുള്ള മുഴുവൻ പ്രവർത്തകരെയും, റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ച മുഴുവൻ പ്രവർത്തകരെയും ബലം പ്രയോഗിച്ച് തന്നെ ജീപ്പിൽ കയറ്റി അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ സാധാരണഗതിയിൽ വന്ന ബാരിക്കേഡിന് മുന്നിൽ പ്രതിഷേധിച്ച് മടങ്ങാനിരുന്ന പ്രവർത്തകർ അവസാന സമയത്ത് മുദ്രാവാക്യം ഉയർത്തുകയും ബാരിക്കേഡിൽ മറികടന്ന് ക്യാമ്പിനകത്തേക്ക് പ്രവേശിക്കാൻ ശ്രമിക്കുകയുമായിരുന്നു. ഈ സമയത്ത് ആ ഭാഗത്ത് പോലീസ് ഉണ്ടായിരുന്നു. പോലീസ് തടഞ്ഞു. കൂടുതൽ മുദ്രാവാക്യങ്ങൾ ഉയർന്നു. അതിനിടയിൽ ഈ ക്യാമ്പിനകത്തിരുന്ന പോലീസ് പുറത്തേക്ക് പ്രവർത്തകരെ മാറ്റുന്നതിനിടയിലാണ് സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത്. ഇപ്പോൾ വീണ്ടും പോലീസും പ്രവർത്തകരും തമ്മിൽ അത് മനസ്സിലാക്കുമോ? പോലീസുകാർക്ക് സമരമാണ്. കുറച്ചൊക്കെ മര്യാദ ഞങ്ങൾക്ക് വേണ്ടിയല്ല, നിങ്ങളുടെ സഹജീവിക്ക് സഹപ്രവർത്തകന് നീതി കിട്ടാൻ വേണ്ടിയുള്ള മര്യാദക്ക് സമാധാനപരമായുള്ള സമരമാണ്. ആ സമരം കണ്ടിട്ട് നിങ്ങൾ മേത്തോട്ടെടുക്കാൻ നിൽക്കണ്ട. ഞങ്ങൾ ആരും വെറുതെ പോകില്ല. മനസ്സിലാക്കോ? മായി നടത്തിയ സമരത്തിൽ പോലീസ് ബലം പ്രയോഗിച്ച് ക്യാമ്പിന് മുന്നിൽ നിന്ന് പ്രവർത്തകരോട് പോലീസ് ശ്രമിച്ചെങ്കിലും അത് സമാധാനപരമായാണ് ക്യാമ്പ് ഓഫീസിലേക്ക് മാറ്റുന്നത്. അതിൽ പ്രകോപനമുണ്ടാക്കാൻ പോലീസ് എന്നുമാണ് കോൺഗ്രസ് ആക്ഷേപിക്കുന്നത്. ക്യാമ്പിന് മുന്നിൽ പ്രകടനം നടത്തുകയാണ്, പ്രതിഷേധിക്കുകയാണ്. ഇപ്പോൾ ജോയ് കൂടി സംസാരിക്കുന്നുണ്ട്. പ്രതികളെ ശിക്ഷിക്കണം. ഇവിടെ അന്വേഷണമെന്ന പ്രഹസനം നടത്തി പ്രതികളെ സംരക്ഷിക്കാനുള്ള നീക്കമാണ്, നിഗൂഢമായ നീക്കമാണ്. അജിത്ത് എന്ന് പറയുന്ന പോലീസ് കമാൻഡന്റ്, അദ്ദേഹത്തിന്റെ പീഡനത്തെ തുടർന്നാണ് ഈ വിനീത് മരണപ്പെട്ടത്. ഒരുപാട് ആരോപണങ്ങൾ, പീഡന മർദ്ദന ദണ്ഡന മുറകളുടെ ഒരുപാട് ആരോപണങ്ങൾ പുറത്തു വരികയാണ്. ആ ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രഥമ ദൃഷ്ട്യ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയിട്ടുള്ള അജിത്തിനെതിരെ അടിയന്തരമായി സസ്പെൻഷൻ നടപടി ഉണ്ടാവണം. അന്വേഷണ കമ്മീഷനെ നിയോഗിച്ച് എൻക്വയറിയുടെ പേരിൽ അന്വേഷണം എന്ന പ്രഹസനം നടത്തി പ്രതികൾക്ക് തെളിവ് നശിപ്പിച്ച് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള നീക്കമാണ് ഈ കോൺസെൻട്രേഷൻ ക്യാമ്പ് കേന്ദ്രീകരിച്ച് നടക്കുന്നത്. അത് ഞങ്ങൾ അനുവദിക്കില്ല. കേരളത്തിലെ 90-ലധികം പോലീസുകാർക്ക് ജീവൻ നഷ്ടപ്പെടേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇതിനൊരു അന്ത്യമുണ്ടാവണം, അറുതി ഉണ്ടാവണം. വിനീത് ഈ ഗണത്തിലെ അവസാനത്തെ വ്യക്തിയാവണം. വിനീതിന്റെ പരാതി മാത്രമല്ല, ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് കേസെടുക്കാൻ അദ്ദേഹത്തിന്റെ അന്ത്യമൊഴി മാത്രം മതി. പക്ഷെ അത് മാത്രമല്ല, ഒരുപാട് പരാതികൾ ഇയാൾക്കെതിരെയുണ്ട്. ആ പരാതികളൊന്നും അന്വേഷിക്കാതെ അയാളെ രക്ഷപ്പെടുത്താനുള്ള നീക്കമാണ്. ഈ സംഭവം നടന്ന് 48 മണിക്കൂർ കഴിയുകയാണ്. മിനിറ്റുകൾ എണ്ണി, നിമിഷങ്ങൾ എണ്ണി കേരളത്തിലെ ജനങ്ങൾ കാത്തിരിക്കുന്നത് വിനീതിന് നീതി കിട്ടണം എന്ന ആഗ്രഹമാണ്. ആ നീതി വൈകിക്കഴിഞ്ഞാൽ അത് അനീതിയാണ്. അതുകൊണ്ട് നിമിഷം പോലും വൈകാതെ ഉത്തരവാദികളായ ഉദ്യോഗസ്ഥർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണം. അവർക്കെതിരെ സസ്പെൻഷൻ നടപടിയെങ്കിലും ഉണ്ടാവണമെന്ന മിനിമം ഡിമാൻഡാണ്. ആ ഡിമാൻഡ് ഉന്നയിച്ച് ഞങ്ങൾ സമാധാനപരമായി പ്രതിഷേധിക്കുമ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് ആരിസ് മുദൂർ ഉൾപ്പെടെയുള്ള പ്രവർത്തകരെ ക്രൂരമായി ലാത്തിചാർജ് ചെയ്ത് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. ഈ സമരത്തെ അടിച്ചമർത്താൻ കാണിക്കുന്ന ആർജവത്തിന്റെ 1000-ൽ 1 അംശമെങ്കിലും സ്വന്തം സഹപ്രവർത്തകന് യൂണിഫോം ഇട്ട കാക്കി
കുപ്പായമിട്ട സഹോദരന് നീതി വാങ്ങിക്കൊടുക്കാൻ ഈ പോലീസ് അതിന് ഒരു സമയം കണ്ടെത്തണമെന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്.